രാത്രി വരെയും എനിക്ക് യാതൊന്നും അറിയത്തില്ല. ഒന്നുമേ എനിക്കൊരു ആലോചന എനിക്കില്ലായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, എഴുന്നേൽക്കുക, പോവുക എന്നുള്ള 2 വാക്ക്. സ്തോത്രം. അപ്പോഴന്നേരം മനസ്സിലായി അത് ഇതിനെ ബേസ് ചെയ്ത് ആണ് ഇന്ന് മെസ്സേജ് പറയേണ്ടതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതിനാധാരമായിട്ട് ഇന്ന് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ സമ്മതിച്ചു. സ്തോത്രം. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവിടേക്ക് വരുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് കാണുന്നത്. സ്തോത്രം. അതിന്റെ പിന്നെ യോഹന്നാൻ സ്നാപകൻ 3:11 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാനായിട്ട് ഗലീലയിൽ നിന്ന് യോർദാന്റെ കരയിലേക്ക് വരുന്നത്. സ്തോത്രം. അന്നേരം യോഹന്നാനോ അവനെ വിലക്കി. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ മുമ്പിലേക്ക് വരിക സ്നാനം ഏൽക്കാനായിട്ട്. അന്നേരം യോഹന്നാൻ അവനെ വിലക്കി. കാരണം യോഹന്നാനേക്കാൾ വലിയവനാണ് കർത്താവായ യേശുക്രിസ്തു. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിനും തീയിലും സ്നാനം കഴിപ്പിക്കുവാൻ അധികാരമുള്ളതായ യേശുക്രിസ്തുവാണ് യോഹന്നാൻ സ്നാപകന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് സ്നാനം കഴിപ്പിക്കുവാനായിട്ട്. സ്തോത്രം. അന്നേരം യോഹന്നാൻ സ്നാപകൻ അവന്റെ യേശുവിനെ വിലക്കുകയാണ്. നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറയാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവനെ സമ്മതിച്ചു. കർത്താവ് പറയുകയാണ്, നീ ഇപ്പോൾ സമ്മതിക്കുക. സകല നീതിയും നിവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഇപ്പോൾ നീ സമ്മതിക്കുക. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ ഈ ഒരു കൽപ്പന അനുസരിക്കേണ്ടത് മാനുഷികമായിട്ടും അത് അനുസരിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു. അന്നേരം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ജലത്തിൽ അവിടെ സ്നാനപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ കരത്തിന് കീഴിൽ സ്നാനപ്പെട്ടു. ആമേൻ. സ്തോത്രം. എന്നാലും യോഹന്നാൻ കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാന് അതിന് ഒരെതിരും പറയാതെ ഓൺ ദ സ്പോട്ടിൽ അത് സമ്മതിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. തന്നെക്കാൾ വലിയവൻ ആ മുമ്പിൽ വന്നു നിൽക്കുന്നത്. എന്നിട്ടും അതിനൊരു മടിയും കാണിക്കാതെ കർത്താവ് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ച് അവിടെ സ്നാനം നടക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഉടനെ കർത്താവ് സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ആദ്യമായി സ്വർഗം തുറക്കുന്നതായ ഒരു അനുഭവം അന്നാണ് ആദ്യമായിട്ട് അത് കാണുന്നത്. സ്തോത്രം. സ്വർഗം തുറന്നു. ഒരു സ്നാനത്തിന്റെ മുന്നിൽ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് 3 സാക്ഷ്യമുണ്ട്. 1 ആത്മാവ് സാക്ഷ്യം പറയും, 2 രക്തം സാക്ഷ്യം പറയും, 3 ജലം സാക്ഷ്യം പറയും. നേരം ജലത്തിലുള്ള സാക്ഷ്യമാണ് അതിവിടെ കാണുന്നത്. വെള്ളം സാക്ഷ്യം പറയുന്നു. കാരണം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം തുറന്നിറങ്ങി വന്ന് ആ ദൈവത്തെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. വലിയ ഒരു ജനക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ തന്നെ വലിയ ഒരു ദൈവപ്രവൃത്തി അവിടെ കാണുവാനായിട്ട് ഇടയായി. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് അനേക ജനങ്ങളുടെ നടുവില് അവിടെ ഒരു വലിയൊരു സാക്ഷ്യം ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ നമ്മള് ഓരോരുത്തരും
സ്തോത്രം. കർത്താവ് എന്ത് പറയുന്നോ അത് മടി കൂടാതെ അത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ, വലിയ പ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മടി കാണിക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മിനിറ്റ് പോലും, ഒരു ദിവസം പോലും ലേറ്റ് ആക്കാതെ കർത്താവിന്റെ വാക്കിനെ അനുസരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. നമ്മൾ അറിയാത്ത വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരും. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പന്റെ വഴികൾ തുറന്നു വരും. സ്വർഗീയ താക്കോൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഭാഗാത്രയം കൊണ്ട് സംസാരിച്ച് നിർത്തുകയാണ്. അതുപോലെ തന്നെ മർക്കോസ് 1:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുകയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ രണ്ട് സഹോദരന്മാരെയാ കാണുന്നത്. ശിമോനെ അന്ത്രയോസിനെയും കാണുന്നു. അവര് കർത്താവ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുമ്പോൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പറയുമ്പോൾ അവര് വല വിട്ടു, അവരെ അനുഗമിച്ചു. വല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത മാർഗത്തിന് അവരുപയോഗിക്കുന്നതായ ആ ഒരു വസ്തു, അത് പെട്ടെന്ന് അവർ ഉപേക്ഷിച്ചു, വിട്ടു, കർത്താവിനെ അനുഗമിച്ചു. സ്തോത്രം. അവര് പിന്നത്തേതിൽ എന്ന് അവര് പറഞ്ഞില്ല, പിന്നെ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞില്ല. ആ വലയും എല്ലാം അവരുടെ ഉപകരണങ്ങളെല്ലാം വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചു. സ്തോത്രം. പിന്നെ താഴോട്ട് വായിക്കുമ്പോഴും യാക്കോബും സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. സ്തോത്രം. അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുക. വല നന്നാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളതായ ഒരു പ്രവൃത്തിയാണ്. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ്. അന്നേരം ആ ഒരു ജോലി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ശബ്ദത്തിന് അവർ ചെവി കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അവര് വല നന്നാക്കുന്നത് നിർത്തിയിട്ട് സ്തോത്രം, തന്റെ അപ്പനായ സെബദിയെയും എല്ലാം കൂലിക്കാരോടുകൂടെ വിട്ടിട്ട് പടകൻ വിട്ട് കർത്താവിനെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അവിടെ പിന്നത്തേതിൽ നിന്ന് മാറ്റിവെക്കാതെ ആ സമയത്ത് തന്നെ കർത്താവിനെ അനുഗമിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ 2-ാമത്തെ അധ്യായത്തില് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലേവി എന്നൊരു മനുഷ്യനെ. സ്തോത്രം. ലേവി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്നതായ ലേവി, അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. സ്തോത്രം. ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ പറ്റത്തില്ല. സ്തോത്രം. എഴുന്നേറ്റു. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു എഴുന്നേൽപ്പുണ്ടായെങ്കിൽ മാത്രമേ കർത്താവിനെ അനുഗമിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. സ്തോത്രം. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ചില ചുങ്കക്കാർ, അത് താഴോട്ട് പിന്നെ നമുക്ക് താഴോട്ട് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക്, കർത്താവ് നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അനുസരിക്കുവാനായിട്ടും അനുസരിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യനായിട്ട് തീരുവാനായിട്ട് ഇടയായി. സ്തോത്രം. അതുപോലെ തന്നെ ലൂക്കോസ് 9:57 വാക്യത്തിൽ പറയുന്നു, 57 മുതൽ പറയുന്നുണ്ട്, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നെ അനുഗമിക്കുക എന്ന് ഒരുവനോട് പറഞ്ഞപ്പോൾ അവൻ അന്നേരം എക്സ്ക്യൂസ് പറയുകയാണ്, മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. അന്നേരം കർത്താവിന്റെ മറുപടിയാണ്, അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദൈവത്തിന്റെ വിളി നമ്മുടെ നേരെ പല വരുമ്പോഴും പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ മാറിപ്പോകാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ വായിക്കുന്നുണ്ട്,
കല്യാണശാലയിൽ കല്യാണ വിരുന്ന് ഒരുങ്ങി അനേകരെ വിളിച്ചു. ഓരോരുത്തർ എക്സ്ക്യൂസ് പറഞ്ഞ് മാറി മാറി പോകുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, വരാൻ പറ്റത്തില്ല. ഇപ്പോൾ കാളയെ ഞാൻ വാങ്ങിയിരിക്കുന്നു, അത് നോക്കാൻ പോകണം. അതെല്ലാം പറയുന്നത് രാത്രി സമയത്താണെന്ന് പറയുന്നത്. 2 കാളയെ വാങ്ങിച്ചിട്ട് അത് പിന്നെ നോക്കാൻ പോകുന്നത് രാത്രിയിലാണോ? അല്ല, ആ വിളിച്ച സമയത്ത് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിയുകയാണ് ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പിന്നെ ഇത് താഴോട്ട് വായിക്കുന്നുണ്ട്. അവനോട് മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം. ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണമെന്ന് മറ്റൊരുവൻ പറയുക. സ്തോത്രം. ഞാൻ നിന്നെ അനുഗമിക്കാം, എന്നാലും ഞാൻ പോയി എൻ്റെ വീട്ടിലുള്ളവരോട് അനുവാദം തരണമേ എന്ന് അനുവാദം ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം കർത്താവിന്റെ മറുപടിയാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മളെ ഒരു വിളി, ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ ആമേൻ, സ്തോത്രം, നമ്മൾ പിന്നെയും തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവൻ ഒരിക്കലും കൊള്ളാവുന്നവനല്ല, സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്നാണ് ദൈവവചനം വളരെ ശക്തമായിട്ട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നതായ സംഭവമാണിത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആരും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തില്, അത് ആ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു സ്ത്രീയെ, ശമരിയ സ്ത്രീയുടെ കാര്യമാണ് ഈ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ളതായ ഒരു പിന്നെ സംസാരവും എല്ലാം ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം കർത്താവ് അവളുടെ എല്ലാ ചരിത്രങ്ങളും കർത്താവ് പറയുന്നു. നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് പോരുക എന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. അന്നേരം പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, എങ്കിൽ ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അന്നേരം ശമരിയ സ്ത്രീ പറയുന്നുണ്ട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. സ്തോത്രം. എന്നാല് പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യം, സ്ത്രീ അവനോട്, മെശിയ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലം അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. 26-ാമത്തെ വാക്യം. അവിടെയാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് കർത്താവ് പറയുമ്പോൾ അവളുടെ ഹൃദയത്തില് വലിയ ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടാകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൾക്കൊരു ആന്തരിക സൗഖ്യം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്ന് ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതിനു മുമ്പായിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവരെ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാവുന്നു ആയിത്തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് അവളുടെ ഹൃദയത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാകുകയാണ്. സ്തോത്രം. അവളുടെ ഹൃദയത്തില് അവൾക്കൊരു വലിയ ആന്തരിക സൗഖ്യം നടക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം. ഞാൻ തന്നെ മശിഹ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവള് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ സ്തോത്രം, എല്ലാം വിട്ട്, അവളുടെ പഴയതെല്ലാം വിട്ട്, പഴയ ഓർമ്മകള്, അവളുടെ പിന്നെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് പോയതായ വേദനകള്, അവളുടെ ഭാരങ്ങള് എല്ലാം മറന്നിട്ട് അവൾ എന്ത് ചെയ്തെന്നറിയാമോ? 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവീൻ, അവൻ പച്ചേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവളുടെ പഴയതെല്ലാം അവൾ മറന്നിട്ട് അവൾ ഒരൊറ്റ ഓട്ടമായിരുന്നു. അവളുടെ കയ്യിലിരുന്ന പാത്രവും എല്ലാം വെച്ച് കളഞ്ഞിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ഒരു സമയം പോലും, ഒരു മിനിറ്റ് പോലും അവള് വേസ്റ്റ് ആക്കി കളയാതെ കർത്താവിനെ സാക്ഷീകരിച്ചു. ആമീൻ. സ്തോത്രം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ.
ആമീൻ സ്തോത്രം. അങ്ങനെ ചെന്നിട്ട് അവള് ഒരു 39 വാക്യത്തിൽ പറയുന്നു, ഞാൻ ചെയ്തതൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. സ്തോത്രം. എത്ര പെട്ടെന്നാണ്, എത്ര സ്പീഡിലാണ് സുവിശേഷം സ്പ്രെഡ് ആയതെന്ന് നോക്കിയേ. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. ആ സ്ത്രീയെ ആമീൻ സ്തോത്രം വെള്ളം കോരുവാൻ കിണറ്റിന്റെ അരികെ വന്നത് ആരും അവിടെ ഇല്ലാത്തൊരു സമയം. അവര് മനുഷ്യനെ ഭയന്ന് ആമീൻ സമൂഹത്തെ ഭയന്ന് ഒരു കുടിവെള്ളം, ആ ദാഹജലത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അവർക്ക് അത്രത്തോളം ദാഹമുണ്ടായിരുന്നു. അന്നേരം അപ്പോഴാണ് അവിടെ കർത്താവ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെ വന്ന് ജീവനായകനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഹല്ലേലൂയ സ്തോത്രം പഴയതെല്ലാം അവൾ മറന്നിട്ട് കർത്താവിനെ സാക്ഷീകരിക്കുവാനായിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോയി അവള്. സ്തോത്രം. ആ ഒരു പട്ടണം മുഴുവനും സാക്ഷീകരിക്കുവാനായിട്ട് ഇടയായി. സ്തോത്രം. ആ ഒരു സഹോദരിയാണ് ആമീൻ സ്തോത്രം കർത്താവിനെ പിൻപറ്റാതെ വിട്ടുകളയാതെ കർത്താവിന് എവിടെല്ലാം പോകുന്നോ അവിടെ എല്ലാം ആ സഹോദരി പോയി. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എവിടെ പന്തിയിലിരുന്നാലും അവിടെയും ഉണ്ട് ഈ സഹോദരി. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മർക്കോസ് 14 അധ്യായത്തിൽ പറയുന്നുണ്ട്. മർക്കോസ് 14 പറയുന്നുണ്ട്, അവൻ ബേഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരി കർത്താവിനോട് എത്ര സ്നേഹമായിരുന്നു നോക്കിയേ. സ്തോത്രം. അവളുടെ പാപം എത്രത്തോളം അവൾക്ക് ഇളച്ചു കിട്ടിയോ അത്രത്തോളം ആഴമായ സ്നേഹം ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അവൻ പോകുന്നിടത്തൊക്കെയും പന്തിയിലിരിക്കുന്നിടത്തും എല്ലാം, പന്തിയിലിരിക്കുമ്പോൾ ഇവള് ചെല്ലുമ്പോൾ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരിക്കാം. എന്തെല്ലാം പഴിയും ദൂഷിയും എല്ലാം സഹിച്ചോണ്ടായിരിക്കും അവൾ അവിടെ നിൽക്കുന്നത്, അല്ലെ? സ്തോത്രം. എങ്കിലും അവൻ എത്ര വിലയേറിയതായിട്ട് അവള് സൂക്ഷിച്ചു വെച്ചിരുന്നത് വെൺകൽ ഭരണിയില് ഉള്ളതായ വിലയേറിയ തൈലം കൊണ്ടുവന്ന് കർത്താവിന്റെ തലയിൽ അവൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അന്നേരം ചിലരത് പറയുന്നുണ്ട്, ഈ വെറും ചെലവ് എന്തിനാ, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുകയില്ലയോ എന്ന് ഉള്ളിൽ നീരസപ്പെട്ട് പറഞ്ഞു. സ്തോത്രം. അത് ദരിദ്രരോടുള്ളതായ സ്നേഹം കൊണ്ടൊന്നുമല്ല. സ്തോത്രം. ആമേൻ. അവരുടെ ദ്രവ്യത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് അവരത് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവള് കഷ്ടപ്പെട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം വാങ്ങിയതായിരിക്കും ആ പരിമള തൈലം, അല്ലെ? സ്തോത്രം. എന്നാല് കർത്താവിന്റെ അരുമ ശിഷ്യൻ 30 വെള്ളിക്കാശിന് കർത്താവിനെ കൊടുത്തു. എന്നാൽ ഈ സഹോദരി കർത്താവിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞതായ സഹോദരി അവൾക്കുള്ളതെല്ലാം കർത്താവിന്റെ തലയിൽ ഒഴിച്ചു. സ്തോത്രം. പിന്നെ താഴോട്ട് നമുക്ക് വായിക്കുന്നുണ്ട്, അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് 8-ാമത്തെ വാക്യത്തില്. കല്ലറയിലെ അടക്കത്തിനായിട്ട് എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു എന്നും പറയുന്നുണ്ട്. കർത്താവ് ആമീൻ സ്തോത്രം. കർത്താവിന് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇത് ചെയ്യുവാൻ അനുവദിച്ചുവെങ്കിൽ ഇതിനെ തടയാൻ ഈ ഭൂലോകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വ്യക്തമാണ്, ദൈവത്തിന്റെ വചനം വ്യക്തമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. അത്ര ധൈര്യത്തോടെ ആ ദൈവത്തിന്റെ സ്നേഹത്തോടുകൂടി ആ സഹോദരി ആമീൻ ദൈവ സ്നേഹത്തിൽ അവളിൽ നിറഞ്ഞു കവിഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവിടെ കർത്താവിന്റെ തലയിൽ ഒഴിക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറയുന്നത് പോലെ ആമീൻ സ്തോത്രം അവളുടെ ഹൃദയത്തില് ആമീൻ സ്തോത്രം ഹല്ലേലൂയ നിറഞ്ഞു കവിഞ്ഞതായ ആ സ്നേഹം അവളെ കൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഈ മരണ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയാക്കി. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ ഹല്ലേലൂയ സ്തോത്രം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി കർത്താവ് കൊടുത്തതായ വെള്ളം ഹല്ലേലൂയ സ്തോത്രം കുടിച്ചു കഴിഞ്ഞപ്പോൾ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീർന്നു. അവളുടെ ഉള്ളില് ഹല്ലേലൂയ സ്തോത്രം ഉത്ഭവിച്ചത്
അവൾക്ക് മാത്രമല്ല, അവളുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, ഒരു പട്ടണം മുഴുവനും ആ നീരുറവയിലേക്ക് ഹാലലുയ സ്തോത്രം ആകർഷിക്കപ്പെടുവാന് കർത്താവ് ഇടയാക്കി. സ്തോത്രം ഹാലലുയ. പിന്നത്തേതിൽ ആ പട്ടണത്തിലുള്ളവരെല്ലാം കർത്താവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിന്റെ വാക്കുകൊണ്ട് ആവശ്യമില്ല, ആമേൻ, ഞങ്ങൾ ഹാലലുയ രക്ഷകനെ ഞങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് ആ പട്ടണം മുഴുവനും ഇളകി വന്നവിടെ സാക്ഷ്യം പറയുവാനായിട്ട് ഇടയാക്കി. സ്തോത്രം ഹാലലുയ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ചെറിയ പ്രവൃത്തിയായിരിക്കാം, ഹാലലുയ സ്തോത്രം, അത് ചിലരിലേക്ക് വ്യാപിക്കുമ്പോൾ ദൈവം അത് വലുതാക്കി തീർക്കും. ഹാലലുയ സ്തോത്രം. ആമേൻ. ഹാലലുയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹാലലുയ. ഒരല്പം പുളിമാവ് ഹാലലുയ സ്തോത്രം പിണ്ണത്തിലേക്ക് ചേർക്കുമ്പോൾ അത് മുഴുവനും ഹാലലുയ സ്തോത്രം ഹാലലുയ സ്പ്രെഡ് ആകുന്നത് പോലെ ഹാലലുയ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പമായിട്ടുള്ളതായ വചനം, ഹാലലുയ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പമായിട്ടുള്ളതായ ദൈവിക ആലോചനകൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അവർക്കും വലിയൊരു ഹാലലുയ സ്തോത്രം വലിയൊരു നിറവിനും വലിയൊരു സംതൃപ്തിക്കും കാരണമായി തീരും. ആമീൻ. സ്തോത്രം. ഹാലലുയ. നന്ദിയോ സ്തോത്രം. ഇതുപോലെ തന്നെ യോഹന്നാൻ 20:16 പറയുന്നുണ്ട്, 20:16 പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മറിയയ്ക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെ? സ്തോത്രം. അന്നേരം 17 യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകും എന്ന് അവരോട് പറക. സ്തോത്രം. ഫസ്റ്റിലി ഒരു സഹോദരിക്കാണ് കർത്താവ് ഈ നിയോഗം കൊടുക്കുന്നത്. നീ പോയി പറക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ പോയിരിക്കുന്നു എന്ന് നീ പോയി പറക എന്ന് ഒരു സഹോദരിയോടാണ് കർത്താവ് പറയുന്നത്. ആമീൻ. സ്തോത്രം. ഹാലലുയ. അതുപോലെ തന്നെ ആമീൻ. സ്തോത്രം. ഈ സഹോദരി കർത്താവിന്റെ തലയിൽ പരിമളവർഗം ഒഴിച്ചത് ലോകത്തെങ്ങും സുവിശേഷം പറയുന്നിടത്ത് എല്ലാം ഇത് പറയണം എന്ന് ദൈവത്തിന്റെ കൽപ്പനയാ. സ്തോത്രം. ഹാലലുയ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആമീൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ശുശ്രൂഷയാണേലും വലിയ ശുശ്രൂഷയാണേലും എന്തു തന്നെയായാലും, ശുശ്രൂഷ എനിക്ക് ചെറുപ്പം വലിപ്പമൊന്നുമില്ല, കർത്താവിനെല്ലാം ഒരുപോലെയാണ്. സ്തോത്രം. അതെന്തു തന്നെയായാലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവ് ചെയ്യുമ്പോൾ അതൊരു വലിയ ദൈവമഹത്വത്തിന് കാരണമായി തീരും. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് അയക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9:6 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:6 വാക്യത്തില് അവിടെ പറയുന്നുണ്ട്, ശൗലിനെ പറ്റിയാണ് പറയുന്നത്. അതും ആമീൻ. സ്തോത്രം. ഡെമസ്കോസിലേക്കുള്ള യാത്രയുടെ മധ്യേ ശൗല് കർത്താവിനാൽ പിടിക്കപ്പെടുക. അവിടെ ഒരു വലിയ എൻകൗണ്ടർ, ഡയറക്റ്റ് എൻകൗണ്ടർ ശൗലിനുണ്ടാകുക. ആമീൻ. സ്തോത്രം. ആ ദൈവ ശബ്ദം പറയുകയാണ്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. സ്തോത്രം. എഴുന്നേൽക്കുക, പോകുക. നീ എഴുന്നേറ്റാൽ മാത്രം പോരാ, നീ പട്ടണത്തിലേക്ക് ചെല്ലണം. അവിടെ വെച്ച് നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിന്നോട് പറയുമെന്ന് ആമീൻ. സ്തോത്രം. ശൗലിനോട് പറയാ. സ്തോത്രം. അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ടത് ഹാലലുയ സ്തോത്രം പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കണ്ടില്ല. സ്തോത്രം. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. സ്തോത്രം. ആമീൻ. കൈ പിടിച്ച് നടത്തുന്നവര് അവനെ പിടിച്ചുകൊണ്ടുപോയി ഡെമസ്കോസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 9:11 വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡെമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവിടെയും അനന്യാസിനോട് പറയുക, നീ എഴുന്നേൽക്കുക. സ്തോത്രം. അനന്യാസ് ആരും അറിയാതെ രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാ. സ്തോത്രം. ഹല്ലേലൂയ. നീ അന്യാസിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് എഴുന്നേൽക്കുക. ഇവിടെ ഒരുവൻ കർത്താവിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ളതായ എൻകൗണ്ടർ കിട്ടിയിട്ട് ഒരുവൻ കണ്ണു കാണാതെ തപ്പി നടക്കുന്ന ഒരുത്തനിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലുക അനന്യാസേ എന്ന് അനന്യാസിനോട് കർത്താവ് പറയുക. സ്തോത്രം.
അന്നേരം കൃത്യമായിട്ടുള്ള അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്തോത്രം, നേർവേദി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. സ്തോത്രം, ആ അഡ്രസ് ഉൾപ്പെടെയാ കൊടുക്കുന്നത്. നീ അങ്ങോട്ട് ചെല്ല്. ആമീൻ സ്തോത്രം, അവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ നമ്മൾക്ക് ഒക്കെയും പലർക്കും ഹല്ലേലൂയ ചില അഡ്രസ്സുകൾ തന്ന്, ആമീൻ സ്തോത്രം, ഇന്ന ഇടത്തേക്ക് നീ പോകണം, ഇന്ന ഇടത്ത് ഒരുവനിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആലോചന തരുന്നതായ സമയങ്ങളാണിത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മടിക്കരുത്. കർത്താവ് പറയുന്ന വാക്കിനനുസരിച്ച് ആ സമയത്ത് തന്നെ മുന്നോട്ട് പോകണം. സ്തോത്രം, ആമീൻ. ശൗലിന് അവിടെ ഒരു ദർശനം കൊടുത്തു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അനന്യാസ് കർത്താവിനോട് പറയുക, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു. സ്തോത്രം, ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ പത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അവനോട് നീ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എഴുന്നേൽക്കുക. സ്തോത്രം, 15-ാമത്തെ വാക്യത്തിൽ നീ പോകുക. നീ എഴുന്നേറ്റാൽ മാത്രം പോരാ, നീ പോകണം. ആമീൻ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പലപ്പോഴും നമുക്ക് ചില ദർശനങ്ങളിൽ കൂടി, വെളിപ്പാടിൽ കൂടി, ദൈവിക വചനങ്ങളിൽ കൂടി എല്ലാം കർത്താവ് നമ്മളോട് ഇടപെടുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നവർ ആയിരിക്കരുത്, അത് പ്രവർത്തിക്കുന്നവരും കൂടെ ആയിരിക്കണമെന്ന് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ യോഹന്നാൻ 11-ന്റെ 4-ാമത്തെ വാക്യത്തില് പറയുന്നുണ്ട്, ഞാൻ വാക്യം വായിക്കുന്നില്ല. സ്തോത്രം, ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം, ഹല്ലേലൂയ സ്തോത്രം, 4 നാളായി നാറ്റം വെച്ചതായ ലാസർ, കല്ലറയ്ക്കുള്ളിലിരിക്കുന്ന ലാസറിനെ കർത്താവിന്റെ ശബ്ദം കേൾക്കുക, ലാസറേ പുറത്തു വരിക എന്ന് കർത്താവിന്റെ ശബ്ദത്തെങ്കിൽ ആ മരിച്ചവൻ പുറത്തു വന്നപ്പോൾ ലാസറിന്റെ മേൽ മൊത്തം ചുറ്റി കെട്ടി വെച്ചിരിക്കുക. സ്തോത്രം, കർത്താവ് പറയുന്നുണ്ട്, അവന്റെ കെട്ടഴിക്കുക, അവൻ പോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പോകട്ടെ എന്ന് പറയുമ്പോൾ ലോക കാര്യങ്ങൾക്ക് പോകുവാനല്ല. സ്തോത്രം, അവൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്ത 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, കർത്താവിനോടുകൂടി അവൻ പന്തിയിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആമീൻ. ചിലരെ ഹല്ലേലൂയ സ്തോത്രം, എത്ര തന്നെ ആമീൻ സ്തോത്രം നശിച്ചു പോയി, എത്ര തന്നെ ഒരു പ്രതീക്ഷയില്ല എന്ന് ചില വിഷയങ്ങള്, ചില വ്യക്തി ജീവിതങ്ങൾ, ആമീൻ സ്തോത്രം, ചില വ്യക്തി ജീവിതങ്ങള് അവർ പിന്മാറ്റത്തിൽ പോയി, അവര് തകർന്നു പോയി, അവരിനി ഒരു രക്ഷയുമില്ല എന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങള് ഹല്ലേലൂയ സ്തോത്രം, ദൈവ ശബ്ദം കേട്ട് ഈ ദിനങ്ങളിൽ പുറത്തു വരാൻ പോവുക. അവരുടെ മനുഷ്യൻ കെട്ടിയതായ കെട്ടുകളെ അഴിച്ച്, ആമീൻ സ്തോത്രം, ഹല്ലേലൂയ, ലോകത്തിൻ്റെതായ കെട്ടുകളെ അഴിച്ച്, ആമീൻ സ്തോത്രം, ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവ് ഇടയാക്കാൻ പോവുക. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുവാൻ അനേകരെ കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടി കർത്താവ് എല്ലാവരോടും ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. നമ്മൾ എഴുന്നേൽക്കണം, നമ്മൾ പോകണം. കർത്താവ് എന്താണോ പറയുന്നോ, ഹല്ലേലൂയ സ്തോത്രം, അതിന് ചെവി കൊടുത്തുകൊണ്ട് കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി ദിനംതോറും, നിമിഷം തോറും, ഏത് നിമിഷവും നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടാം. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു ചിന്തയോടുകൂടെ, ആ ഒരു വിചാരത്തോടുകൂടെ, തീഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുക. ഹല്ലേലൂയ സ്തോത്രം. സർവായുധ വർഗം ധരിച്ചുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായി നിൽക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ ഒരു മെസ്സേജിലൂടെ മറ്റൊരു കാര്യം കൂടെ നമ്മളെ ദൈവം ഓർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പവർ ഒരാളുടെ മേൽ വരുമ്പോൾ അവരൊരു ദൈവത്തിന്റെ വെസലായി മാറുന്നു. കാരണം അനന്യാസ് ഒരു സാധാരണക്കാരനാണ്. പുതിയ നിയമത്തില് മുൻപിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, യേശു കർത്താവ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുന്നത് 14 ലേഖനം എഴുതിയ പൗലോസിനെയാണ്. ആ പൗലോസിന് സ്നാനം കൊടുത്തത് ആരാണ്? അനന്യാസാണ്. ഹല്ലേലൂയ. സോ അവിടെ എല്ലാ ഡിസൈപ്പിൾസും ഉണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാർ ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷേ അവരെ ഒന്നുമല്ല ദൈവം ഉപയോഗിച്ചത്, സാധാരണക്കാരനായ ഒരു അനന്യാസിനെയാണ് ദൈവം അവിടെ ഉപയോഗിച്ചത്. അതിൽ നിന്നും ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്.
നിന്റെ പ്രാർത്ഥന, നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം മാത്രം മതി. ഹോളി സ്പിരിറ്റ് ഇസ് ദ കൺവീനർ ഇവിടെ. ഹല്ലേലൂയ. തക്ക സമയത്ത്, അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ ദൈവം താണിരിക്കുന്നവരെ ഉയർത്തുന്ന സമയമാണ്. ഹല്ലേലൂയ. പല ജ്ഞാനികളും പറയും ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ അവരെല്ലാം മാറ്റിക്കൊണ്ട്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പം സ്വർണത്തെ കുറിച്ചൊരു മെസ്സേജ് ഇടുമ്പം 10 പേര് നമുക്ക് മെസ്സേജ് അയക്കും, പാസ്റ്റേഴ്സ് പറയുന്നത് സ്വർണം ഊരുന്നത് പിന്നെ സ്വർണം ഊരണമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ ആരയച്ചാലും ഒന്നും നോക്കാറേയില്ല. കാരണം ആ സമയങ്ങൾ കഴിഞ്ഞു ആർഗ്യുമെന്റിന്റെ. ഇനി നമ്മൾ ഇംപ്ലിമെന്റിലേക്ക് പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിനായി സ്തോത്രം. എഴുന്നേൽപ്പിൻ, നാം പോകാം. ഹല്ലേലൂയ. സോ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തില് പൗലോസിന്റെ ജീവിതത്തില് പൗലോസിന് കാഴ്ച ലഭിച്ചു. അവൻ സ്നാനമേറ്റു. അവന്റെ ചുറ്റും വെളിച്ചം, അവന്റെ ചുറ്റും മിന്നി, അവൻ നിലത്ത് വീണു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അനേക പേർ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട്. സകലരെയും ദൈവം കാണുന്നുണ്ട്. അവരെല്ലാം ഈ ദിവസത്തിൽ കൊണ്ടുവരട്ടെ. എല്ലാവരും എഴുന്നേൽപ്പിൻ.